പലപ്പോഴും ആളുകൾ പരാതിപ്പെടാറുണ്ട്, എത്ര പണം ഉണ്ടാക്കിയാലും അത് കയ്യിൽ നിൽക്കുന്നില്ല എന്ന്. കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിച്ചിട്ടും വരുമാനം നല്ല രീതിയിൽ ഉണ്ടായിട്ടും മാസാവസാനം കീശ കാലിയാകുന്ന അനുഭവം മിക്കവർക്കും ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സമ്പത്ത് കയ്യിൽ നിൽക്കാതിരിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പണം ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. അതിനെ തടഞ്ഞു നിർത്താനും കൃത്യമായ ദിശയിലേക്ക് തിരിച്ചുവിടാനും ഒരു ബലമുള്ള അണക്കെട്ട് ആവശ്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ആ അണക്കെട്ട്. അനന്തമായ ചിലവുകൾ. എവിടേക്കാണ് പണം പോകുന്നതെന്ന് വ്യക്തമായ ധാരണയില്ലെങ്കിൽ ഓരോ ആവശ്യത്തിനും അനാവശ്യത്തിനും പണം ചെലവായിക്കൊണ്ടേയിരിക്കും. ലക്ഷ്യബോധം. ഒരു വർഷം കൊണ്ട് എത്ര സമ്പാദിക്കണം, 5 വർഷം കൊണ്ട് എന്തു വാങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ലക്ഷ്യമില്ലെങ്കിൽ പണം പെട്ടെന്ന് തീർന്നു പോകുകയും ഭാവിയിലേക്കുള്ള കരുതൽ ഇല്ലാതാവുകയും ചെയ്യും. വരുമാനം എത്രയുണ്ടെന്ന് അറിയുന്നത് പോലെ പ്രധാനമാണ് ചെലവ് എത്രയുണ്ടെന്ന് അറിയുന്നത്. കണക്കില്ലാത്ത ചെലവുകൾ. പലപ്പോഴും ചെറിയ ചിലവുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു ചായ, ഒരു സിനിമ, ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, ഇതെല്ലാം ചേരുമ്പോൾ വലിയൊരു തുകയായി മാറും. അമിതമായ കടങ്ങൾ. ഒരു ബഡ്ജറ്റ് ഇല്ലാത്തപ്പോൾ അത്യാവശ്യങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡിനെയോ വ്യക്തിഗത വായ്പകളെയോ ആശ്രയിക്കേണ്ടി വരും. ഉയർന്ന പലിശ കാരണം ഈ കടങ്ങൾ പിന്നീട് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കും. സമ്പത്ത് കയ്യിൽ നിൽക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന വില്ലൻ അനാവശ്യ ചെലവുകളാണ്. പ്രകടനം. സമൂഹത്തിൽ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി സ്വന്തം സാമ്പത്തിക നിലയ്ക്ക് അനുയോജ്യമല്ലാത്ത ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത്. ഉദാഹരണത്തിന് അത്യാവശ്യമില്ലാത്ത പുതിയ മോഡൽ ഫോണുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവ. ഭാവിയിലെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോൾ തന്നെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു തീർക്കാനുള്ള ത്വര. സമ്പാദ്യം എന്നത് ഒരു ചെറിയ തുക മാറ്റിവെക്കുന്നതിനേക്കാൾ ഉപരിയായി ആ പണത്തെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ്. പണപ്പെരുപ്പം. നമ്മൾ ബാങ്കിൽ വെച്ചിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം കാലക്രമേണ കുറയും. അതുകൊണ്ട് പണം എപ്പോഴും പണപ്പെരുപ്പത്തേക്കാൾ ഉയർന്ന നിരക്കിൽ വളരുന്ന മേഖലകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. മാറ്റിവെക്കൽ. ആദ്യം ചെലവഴിച്ചിട്ട് ബാക്കി വന്നാൽ നിക്ഷേപിക്കാം എന്ന ചിന്ത തെറ്റാണ്. വരുമാനം ലഭിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു നിശ്ചിത ശതമാനം നിക്ഷേപത്തിനായി മാറ്റിവെക്കണം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ, ഉദാഹരണത്തിന് ജോലി നഷ്ടം, അസുഖം എന്നിവ, ഇവയെ നേരിടാൻ ഒരു കരുതൽ ധനം ആവശ്യമാണ്. എമർജൻസി ഫണ്ട് ഇല്ലാത്ത അവസ്ഥ. ഒരു അത്യാവശ്യം വന്നാൽ കയ്യിലുള്ള സമ്പാദ്യത്തെ ആശ്രയിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ ദീർഘകാല നിക്ഷേപ ലക്ഷ്യങ്ങളെ തകിടം മറിക്കും. മതിയായ ഇൻഷുറൻസ് ഇല്ലാത്തത്. ആരോഗ്യ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു രോഗം വന്നാൽ പോലും വലിയൊരു തുക ഒറ്റയടിക്ക് ചെലവാക്കേണ്ടി വരും. സമ്പത്തിനെ കയ്യിൽ നിർത്താൻ താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1. ബഡ്ജറ്റ് തയ്യാറാക്കുക. വരുമാനവും ചെലവുകളും കൃത്യമായി ട്രാക്ക് ചെയ്യുക. വരുമാനത്തിൻ്റെ 50% വാടക, ഭക്ഷണം, ബില്ലുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാം. വരുമാനത്തിൻ്റെ 30% വിനോദം, സിനിമ എന്നിവയ്ക്കായി ഉപയോഗിക്കാം. 20% സമ്പാദ്യത്തിനായി, നിക്ഷേപത്തിനായി ഉപയോഗിക്കാം. കടങ്ങൾ കുറയ്ക്കുക. ഉയർന്ന പലിശയുള്ള കടങ്ങൾ, ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് കടം എന്നിവയൊക്കെ എത്രയും വേഗം അടച്ചു തീർക്കുക. നിക്ഷേപം ശീലമാക്കുക. ഓരോ മാസവും വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായും ദീർഘകാല നിക്ഷേപങ്ങൾക്കായി മാറ്റിവെക്കുക. പണം നിങ്ങൾക്കായി പണിയെടുക്കട്ടെ. ഈ ശീലങ്ങൾ നിങ്ങൾ വളർത്തിയെടുത്താൽ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ ഉറച്ചു നിൽക്കുകയും ഭാവി സുരക്ഷിതമാകുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.